നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. പുതിയ വർഷം വന്നു കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ എല്ലാവരും അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും ഒരുപാട് പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം, പുതിയ ഡിസിഷൻസ് അല്ലെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒട്ടുമിക്കപ്പോഴും അത് ജനുവരി പകുതി ആകുമ്പോഴോ അല്ലെങ്കിൽ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കിനും ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെടുത്ത റെസൊല്യൂഷൻസ് അങ്ങ് മറന്നു പോവുകയും അല്ലെങ്കിൽ അത് പിന്തുടരാൻ സാധിക്കാൻ മടി കാണിക്കുകയും പിന്നീട് പഴയപടി ആവുകയും ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള റെസൊല്യൂഷൻസ് എന്തുകൊണ്ടാണ് നമുക്ക് നിലനിർത്താൻ സാധിക്കാത്തത്? നമുക്കിത് പിന്തുടരാൻ വേണ്ടി ഫോളോ ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് വലിയ കാര്യങ്ങളെ ചെറുതാക്കുക എന്നത്. നമ്മൾ പരാജയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും വലുതായിരിക്കും. പലപ്പോഴും ഇത്തരം വലിയ ലക്ഷ്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പൊതുവെ എല്ലാവരും റെസൊല്യൂഷൻ എടുക്കുന്ന കൂട്ടത്തിൽ എടുക്കുന്നതാണ് റെഗുലർ ആയിട്ടുള്ള വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പൊതുവെ നമ്മൾ ആദ്യമേ അങ്ങ് വിചാരിക്കും, ഇന്ന് തൊട്ട് ഞാൻ അല്ലെങ്കിൽ നാളെ തൊട്ട് ഞാൻ 2 മണിക്കൂർ അങ്ങ് വ്യായാമത്തിനായിട്ട് മാറ്റിവെക്കും എന്നത്. ഇതൊരു എക്സാമ്പിൾ ആണ്. പക്ഷേ നമുക്ക് പൊതുവെ ആദ്യം തന്നെ 2 മണിക്കൂർ എന്നൊക്കെ വ്യായാമം വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കിനും നമുക്ക് തന്നെ ഒരു മടി തോന്നും അത് പിന്തുടരാനായിട്ട്. അങ്ങനെയാണ് നമ്മുടെ പല റെസൊല്യൂഷൻസും നടക്കാതെ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളെ ചെറുതാക്കുക, സിംപ്ലിഫൈ ചെയ്യുക. അതായത് നമ്മൾ നാളെ തൊട്ട് ഒരു 10 മിനിറ്റ് റെഗുലറായിട്ട് വ്യായാമം ചെയ്യും അല്ലെങ്കിൽ 10 മിനിറ്റ് റെഗുലറായിട്ട് നടക്കും എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. റെഗുലറായിട്ട് ആ 10 മിനിറ്റ് നടക്കുക. കുറേ ദിവസം കഴിയുമ്പോൾ അത് നമ്മുടെ ശീലമായി മാറും. അങ്ങനെ ഓരോ ദിവസവും പിന്നെ ശീലമായി കഴിയുമ്പോൾ അത് പിന്തുടരാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അത് പിന്നെ 10 മിനിറ്റ് എന്നുള്ളത് ഒരു 15 മിനിറ്റ് ആക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ആക്കുക, പിന്നീട് അതൊരു 40 മിനിറ്റ് ആക്കുക. അങ്ങനെ ഒരു 1 അവർ എക്സസൈസ് നമുക്ക് കാലക്രമേണ അത് ചെയ്യാൻ സാധിക്കും. കൺസിസ്റ്റൻസിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം വളരെ സിമ്പിൾ ആക്കി വെക്കുക, പക്ഷേ ചെയ്യുന്ന കാര്യത്തിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരിക. അതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുക എന്നത്. നല്ലൊരു എൻവയോൺമെന്റ് സൃഷ്ടിച്ചെടുക്കുക. നമ്മുടെ എൻവയോൺമെന്റ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നൊക്കെ പറയാം. അതായത് നമുക്കിപ്പോൾ നടക്കാൻ പോകണം എന്നുണ്ടെങ്കിൽ, അതാണ് നമ്മുടെ റെസൊല്യൂഷൻ എങ്കിൽ, കറക്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തലേ ദിവസം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്, ഷൂസ് എല്ലാം കറക്റ്റായിട്ട് എടുത്ത് വെക്കുക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കത് കാണുന്ന രീതിയിൽ എടുത്ത് വെക്കുക. അപ്പോൾ തന്നെ ആ ഡ്രസ്സപ്പ് ചെയ്ത് നമുക്ക് ആ ഒരു 10 മിനിറ്റ് വ്യായാമം ചെയ്യാനായിട്ട് തോന്നും. അങ്ങനെ സാഹചര്യങ്ങൾ നമ്മളായിട്ട് ഡിസൈൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇപ്പം വായിക്കണം എന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ ഒരു റെസൊല്യൂഷനിൽ, വായനയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാണാനായിട്ട് പാകത്തിന് നമുക്ക് വായിക്കാനുള്ള ബുക്ക് വേണം നമ്മുടെ അടുത്ത് വെക്കാനായിട്ട്. നമ്മുടെ തലയാണയുടെ അടുത്ത് തന്നെ വെക്കുക. ഫോണൊക്കെ എടുത്ത് മാറ്റി വെക്കുക. അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കണം എന്നാണ് ആഗ്രഹം, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ, സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ നമ്മുടെ ഹോം സ്ക്രീനിൽ നിന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടി പിന്നെ അധികം മെനക്കെടാൻ ശ്രമിക്കില്ല. അങ്ങനെ സാഹചര്യങ്ങൾ ഒരുക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ഇച്ഛാശക്തിയെക്കാട്ടിലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് ചുറ്റിനുമുള്ള സാഹചര്യങ്ങൾ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ സാഹചര്യങ്ങളെ നമ്മളായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് വെക്കുക, ആ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ്, ഒരു കാര്യവും 2 തവണ മിസ്സാക്കാൻ പാടില്ല. നെവർ മിസ് ട്വൈസ്. ഒരു കാര്യവും 2 തവണ മിസ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മുടെ ഒരു ജീവിതമാണ്. ചിലപ്പോൾ നമുക്ക് തിരക്കുകൾ ഒരുപാട് വരാം, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും. എന്തെങ്കിലും തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴോ ഒക്കെ ചിലപ്പോൾ ഒരു ദിവസത്തേക്കൊക്കെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം ഒരു ദിവസത്തേക്കൊക്കെ മാറ്റി വെച്ചു എന്നിരിക്കട്ടെ. പക്ഷേ അത് രണ്ടാമത്തെ ഒരു ദിവസം മാറ്റി വെക്കാൻ അനുവദിക്കരുത്. എന്ത് വന്നാലും നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടാമത്തെ ദിവസം കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഈ നെവർ മിസ് ട്വൈസ് എന്ന ഒരു റൂള് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. കാരണം ഒരു തവണ മിസ്സാവുന്നത് ചിലപ്പോഴൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് മിസ്സാവാം, അല്ലെങ്കിൽ നമുക്കൊരു അബദ്ധം വന്ന് നമുക്ക് മിസ്സാവാം. പക്ഷേ രണ്ടാമത്തെ ദിവസം മിസ്സാകുക എന്ന് പറയുന്നത് അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പിന്നെ നമ്മുടെ ഒരു ശീലമായിട്ട് മാറും. ശീലം ആയി മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു ദിവസം എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ പിറ്റേ ദിവസം അത് മസ്റ്റായിട്ട് അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ് ആയി മാറും. ഈ ഒരു മടി അല്ലെങ്കിൽ മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. അത് കൊണ്ടുവരാതിരിക്കുക. അതുകൊണ്ട് ഒരു കാര്യവും രണ്ടാമത്തെ ദിവസം മിസ് ചെയ്യാതിരിക്കുക. നാളെ പുതുവർഷം വരാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് വലിയ വലിയ വാഗ്ദാനങ്ങളൊന്നും എടുക്കാതെ, ആർക്കും കൊടുക്കാതെ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് വലിയ വലിയ ഉയരങ്ങളിൽ എല്ലാവരും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്താണെന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്.